നമസ്കാരം. ഇന്ന് നമ്മൾ തേനെടുപ്പിൻ്റെ വീഡിയോ കാണിക്കാൻ പോകുന്നത്. തേനെടുപ്പ് എന്ന് പറയുമ്പോഴത്തേക്കും ഈ കരിഞ്ഞൊടിയിൽ അതുപോലെ തന്നെ വലുതേനൊന്നുമല്ല, നല്ല ചെറുതേന, ഔഷധ ഗുണമുള്ള ചെറുതേന. നമുക്കറിയാം, ചെറുതേനാണെങ്കിൽ തന്നെ നമുക്ക് 3000-3500 രൂപയൊക്കെ കൊടുത്ത് നല്ലതാണെന്ന് പറഞ്ഞ് കിട്ടുന്നതൊന്നും ഒറിജിനൽ ചെറുതേനല്ല. ആയുർവേദത്തിന് ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒന്നാണ് ചെറുതേന. ഇപ്പോൾ നമ്മുടെ പപ്പയുടെ വളർത്തിയേക്കുന്ന ചെറുതേനാണ്. കാണിച്ചു തരാം. പോയി ചട്ടിയിലാണ്. ചട്ടിയിൽ 1 2 അതിനുള്ളിലെടുത്ത് മുളയാണ്. മുളയ്ക്കകത്ത് ചെറുതീനി വെച്ച് വളർത്തി ഇതിനുള്ളിൽ തേനുണ്ട്. നമുക്ക് ആ തേനെടുക്കാം. ഇതാ അതൊന്ന് 4 റോസി, അതൊന്ന് 5 ഈച്ച കയറുന്ന വഴി. പക്ഷേ ചെറുതേൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് മറ്റു തേനീച്ചകളെ പോലെ ഇങ്ങനെ കുത്തുകയല്ല, കടിക്കും ഭയങ്കരമായിട്ട്. നമ്മുടെ മുടിക്കകത്തൂടെയും ഈ ചെവിയുടെ തുളയിലൂടെയും മൂക്കിലൂടെ എല്ലാം കയറിയെന്ന് കടിക്കും. അതാണ് ഭയങ്കര പ്രശ്നമാണ്. വളരെ ചെറുതായതുകൊണ്ട് നമുക്ക് എന്താണെങ്കിലും തേനെടുക്കാം. ഇടയ്ക്ക് മറ്റേ അതിൻ്റെ മൂത്ര മൊത്തം കയറി അടിക്കാൻ തുടങ്ങി. അടിപൊളി. കണ്ട അയ്യോ കടിക്കുന്നു. കയറിയിട്ടാണ് മുടിക്കകത്ത് മൊത്തം കയറി കടിച്ച്. മറ്റേ ഈച്ചയാണെങ്കിൽ നമുക്ക് കൊത്തുള്ളൂ. എടുക്കുന്നുണ്ടോ? എടുക്കാം. ഭയങ്കരമായിട്ട് കടിക്കുക. മറ്റേ ഈച്ച എന്ന് പറയുമ്പോൾ തേനെടുക്കുമ്പോഴത്തേക്കും പതിയെ കൂടിളക്കി ഈച്ചയെ ഊതി മാറ്റി നമുക്ക് നല്ല തേനെടുക്കാൻ പറ്റും. കുറേ കൊത്തൊക്കെ കിട്ടും, സഹിക്കാം. പക്ഷെ ഇതങ്ങനല്ല. ഇതിങ്ങനെ കൂട്ടം കൂടി വന്നിട്ട് കണ്ടില്ലേ, കടിക്കുകയാണ് മൊത്തം. ചെവിക്കകത്തൂടെയും മുടിക്കകത്തൂടെ എല്ലാം കയറിയെന്ന് കടിക്കുന്നു. അത് മുട്ടയും പരിപാടിക്കും. അതിറക്കണ്ടേ? ഇത് സൂക്ഷിച്ചെടുത്തതിനാണ്. നല്ല ശുദ്ധമായ ചെറുതേനാണ്. കണ്ടോ? എൻ്റെ തലയ്ക്കകത്ത് മൊത്തം ഈച്ച കയറിയിരിക്കുക കേട്ടോ. കഴിഞ്ഞ വർഷം എടുത്തപ്പോൾ ഇതൊന്നും തിങ്ങിയിരിക്കുകയായിരുന്നു. എൻ്റെ തലയ്ക്കകത്ത് മൊത്തം ഇരിക്കുകയായിരുന്നു. ചെറിയ സ്പൂൺ ഒരു വർഷം കൊണ്ട് ആയതാട്ടോ ഇത്രയും. മറ്റേതേന് പോലല്ല, ചെറുതേന് കുറേ വർഷം എടുക്കും. നമുക്ക് 2-3 കുപ്പിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരുപാട് വർഷം എടുക്കും. നമ്മൾ കരിഞ്ഞൊടിയിൽ അല്ലാത്ത അങ്ങനത്തെ ഇനങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 2, 3, 6, 7 കുപ്പിയൊക്കെ ഒറ്റയെടുപ്പിന് കിട്ടും. ഇനി വൻതേനാണ്, വലിയ തേന് ആണ് നമ്മൾ എടുക്കുന്നുണ്ടെങ്കിൽ 50 കിലോ, 60 കിലോ, 100 കിലോ ഒക്കെ ഒറ്റയെടുപ്പിന് കിട്ടും. പക്ഷേ ചെറുതേനായതുകൊണ്ട് ഇത്രയും തേനാവാൻ തന്നെ ഒരുപാട് സമയമെടുക്കും. അപ്പോൾ ഒരു വർഷം കൊണ്ട് നമുക്കായത് ഇത്രയും. അയ്യോ, തലയ്ക്കകത്ത് മൊത്തം ഈച്ച കയറിയിട്ട് കടിച്ചുകൊണ്ടേ ഇരിക്കും. ഇത് മുട്ടയും പുഴുവൊക്കെയാണ് ഇപ്പോഴത്തെ ജനറേഷനുള്ള കേട്ടോ ഈ കാണുന്നത്. ഇത് സാധനങ്ങൾ ഇതിൽ നിന്ന് ഇനി അടുത്ത കോളേജ് രൂപപ്പെട്ട് പുതിയ കൂടായിട്ട് മാറും.
ഇതടുത്ത വെച്ചിട്ട് നമ്മളെ അടുത്ത ഈ കാണുന്നതാണ് ഇനി തേനാവുന്ന ഒരു നെക്സ്റ്റ് സ്റ്റേജ്, അതായത് പൂമ്പൊടി ആയിട്ടിരിക്കുന്നൊരവസ്ഥയാണ്. ഇതിന് കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് തേനായിട്ട് മാറും. ഇതായത് കണ്ടില്ലേ, ഇതാണ് പൂമ്പൊടി. ഇതൊക്കെ ഇങ്ങനെ പൂക്കളിൽ നിന്നൊക്കെ കളക്ട് ചെയ്തിട്ട് പിന്നെ ഈ തേനീച്ചയിൽ നിന്നുള്ള ഹോർമോണിൻ്റെയൊക്കെ ഒരു ചില മിശ്രിതങ്ങളൊക്കെ ആയിട്ട് വന്ന് ഇതാണ് തേനായിട്ട് രൂപമാറ്റം സംഭവിക്കുന്നതാണ്. ഇതാണ് പൂമ്പൊടി. പൂമ്പൊടി അല്ല, ഇത് പുതിയ ജനറേഷൻ. ഇത് സോമായിട്ടുണ്ടോ നമ്മുടെ അടുത്ത്. ഇനിയിപ്പോൾ നമ്മൾ ഇത് പഴയ പോലെ അടച്ചു വയ്ക്കുകയാണ്. അപ്പം അതിൽ നിന്നുള്ള ഈച്ചകൾ ഇങ്ങോട്ട് പോകത്തൊന്നുമില്ല. അപ്പോൾ ഇനി അടുത്ത വർഷം ഈ സമയമാകുമ്പോൾ നമുക്ക് വീണ്ടും എടുക്കാം. പഴയ പോലെ കെട്ടി കമ്പി കൊണ്ട് നാല് സൈഡിൽ മൊത്തത്തിൽ ടൈറ്റാക്കി വയ്ക്കുക. പ്ലെയർ വേണോ? നമുക്ക് അടുത്ത വർഷം വീണ്ടും എടുക്കാം. നീ എടുക്കാൻ അപ്പർ സൈഡിലും ഉണ്ട് കേട്ടോ. നീ എടുക്കാനോ? ഇതെല്ലാം കൂടെ നമുക്ക് പിന്നെ ഒരു ദിവസം സമയം കിട്ടുമ്പോൾ എടുക്കാം.